നമസ്കാരം. ലെബനനെ മറ്റൊരു ഗാസയാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ലെബനനിലേക്ക് ആക്രമണം നടത്തും എന്നുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്റോണിയോ ഗുട്ടറാസിൻ്റെ ഈയൊരു പ്രതികരണം. കഴിഞ്ഞ ദിവസം ടെൽ അവീവിൽ ചേർന്ന ഇസ്രായേലിലെ ഉന്നത സൈനിക മേധാവിമാരുടെ യോഗത്തിൽ ലെബനനെ ആക്രമിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുത്തു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് ഈയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ ലെബനന് നേർക്ക് നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും എന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയും നിരവധി പേരെ വധിക്കുകയും മറ്റു ചിലരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഹമാസിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കനത്ത തിരിച്ചടി നൽകണം എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. നേരത്തെ ലെബനനിലേക്ക് കടന്നു കയറി പലതവണ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ആക്രമിക്കുകയും വാഹനങ്ങൾ സഞ്ചരിക്കുകയായിരുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും വധിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഹിസ്ബുള്ള അടങ്ങുന്നില്ല എന്നുള്ള ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലെബനന് നേർക്ക് നേരിട്ടുള്ള യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒരു കാരണവശാലും ലെബനൻ ആക്രമിക്കരുത് എന്ന് തന്നെയാണ്. ലെബനൻ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ അവർക്ക് പിന്തുണയുമായി എത്തുകയും ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്താൽ അത് പിന്നെ വലിയൊരു യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും എല്ലാ വിശദാംശങ്ങളും തങ്ങളുടെ കൈവശമുണ്ടെന്നും അവ ഓരോന്നായി തങ്ങൾ തകർക്കുമെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 9 മിനിറ്റ് നീണ്ടുനിന്ന ഒരു വീഡിയോ പ്രസംഗത്തിലാണ് നസറുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അതുപോലെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥാപനങ്ങളുടെയും വിശദമായ ചിത്രങ്ങളും അന്ന് നസറുള്ള പുറത്തുവിട്ടിരുന്നു. ഇത് തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് എന്നും ഇസ്രായേൽ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ചാരസംഘടനയുള്ള രാജ്യമായിട്ട് പോലും തങ്ങൾക്കിതൊക്കെ സാധ്യമാണ് എന്നും അന്ന് ഹിസ്ബുള്ള നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് ഈ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UN സെക്രട്ടറി ജനറലിനെതിരെ ഇസ്രായേൽ അതിശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തും എന്നുള്ളത്. നേരത്തെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി നിരവധി പേരെ വധിച്ച സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള ആരോപണം ഇസ്രായേൽ ഉയർത്തിയിരുന്നു. മാത്രമല്ല UN സെക്രട്ടറി ജനറലിൻ്റെ പല പ്രസ്താവനകളും ഹമാസിനെ അനുകൂലിക്കുന്ന തരത്തിലാണ് എന്ന് പോലും അന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആരോപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഐക്യരാഷ്ട്രസഭ സ്വീകരിക്കുന്നത് എന്ന് ഇസ്രായേൽ ആരോപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം തന്നെ ഹിസ്ബുള്ളയും ഹമാസിനെയും തീർത്തും ഇല്ലായ്മ ചെയ്യണം എന്ന അഭിപ്രായക്കാരാണ്. ഇതിന് എല്ലാ പിന്തുണയും അവർ ഇസ്രായേലിന് നൽകുന്നുമുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലെബനൻ എന്ന ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ഹിസ്ബുള്ളയ്ക്ക് നേർക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ നൽകിയിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇക്കാര്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ താവളങ്ങളിലേക്ക് മാത്രം കടന്നു കയറി അവരെ ആക്രമിക്കുക എന്നുള്ള രീതിയാകണം ഒരു പക്ഷേ ഇസ്രായേലിന് സ്വീകരിക്കാൻ പോകുന്നത്. അതല്ലാതെ ലെബനൻ എന്ന രാജ്യത്തിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കുകയും അവിടെ യുദ്ധം നടത്തുകയും ചെയ്താൽ അവിടെ സാധാരണക്കാരായ നിരവധി ജനങ്ങൾ കൊല്ലപ്പെടും. ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചിരിക്കുന്നതിന് സമാനമായ അന്തരീക്ഷം ലെബനനിൽ ഉണ്ടാകും എന്നാണ് UN സെക്രട്ടറി ജനറൽ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഐക്യരാഷ്ട്ര സഭയാകട്ടെ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഇനിയും സജീവമായി ഇടപെട്ടിട്ടില്ല എന്ന ആരോപണവും ശക്തമാവുകയാണ്. നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് ഇസ്രായേൽ പല അന്താരാഷ്ട്ര വേദികളിലും ചോദിച്ചിരുന്നു. ഇതിന് കൃത്യമായൊരു മറുപടി അന്റോണിയോ ഗുട്ടറാസ് നൽകുകയും ചെയ്തിട്ടില്ല.